ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിയാൻ ഡൈനിങ് റൂമിൽ കണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ഞാനൊരു ചെറിയൊരു പരിപാടി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ഉച്ചക്കേക്കില്ലേ കറി തയ്യാറാക്കാന്ന്. അതപ്പോൾ ഒരു സ്പെഷ്യൽ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല. നമ്മുടെ ചക്കക്കുരു ഇവിടുന്ന് വാങ്ങിയതല്ല കേട്ടോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന നല്ല ഫ്രഷ് ചക്കക്കുരുവാണ്. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിന് മുളയും വന്നിട്ടുണ്ട്. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ നാട്ടില്. അപ്പോൾ ചക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ കുരുവിനെല്ലാം മുളയൊക്കെ വന്നിട്ടുണ്ടായി. എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് ഞാനെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇത് എത്ര കാലം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്നാലും പോകാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ അറിയുമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തൊന്ന് പറഞ്ഞു തരണേ. അപ്പൊ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന നമ്മുടെ ദോശക്കല്ലാണ്. അപ്പോൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വാങ്ങിയത് പാട് ആയതുകൊണ്ട് ഇതിന്റെ മുകളിൽ കുറച്ച് പൊടിയും കാര്യങ്ങളും ഒരു കളറൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഇത് വൃത്തിയാക്കി എടുക്കുക എനിക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെള്ളത്തിൽ ഞാൻ പുതിർത്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് അതും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് തരണേ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കറിക്ക് കുറച്ച് കൊഴുപ്പും അതുപോലെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായ ചക്കക്കുരുവിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ പുറത്തത്തെ തോല് മാത്രമേ ഞാൻ കളയുന്നില്ലൂ. ഇത് ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ വേവിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പും ചക്കക്കുരുവും നല്ലപോലെ വെന്ത് ഒരേ വേവായി പോകും. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ പരിപ്പിന്റെ കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ളൂ. കാരണം മഞ്ഞൾപ്പൊടി ഒരുപാട് ആയാൽ അതിൻ്റെ ഒരു കുത്തും ഉണ്ടാകും. അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം ലാസ്റ്റ് നമുക്ക് ചേർക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ പരിപ്പും ചക്കക്കുരുവും വേവുന്ന സമയത്ത് നമുക്ക് അടുത്ത ആളെ പുറത്തെടുക്കാം. ഇതാ നമ്മുടെ മുരിങ്ങയിലയാണ്. ഇന്നലെ മദീനയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. സാധാരണ വാങ്ങുന്ന സമയത്ത് മുരിങ്ങയില ഫുള്ള് ഉതിർന്ന് വീണിട്ടാണ് കേട്ടോ ഉണ്ടാവില്ല. ഇത് നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇലയുമായിരുന്നു. അപ്പോൾ ഇത് ഉതിർന്നിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് കഴുകി എടുക്കാൻ വേണ്ടി പോവാണ്. ഉതിർത്തെടുത്തിട്ടാണ് കഴുകുന്നത്, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ വിസിൽ 3 വിസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുരിങ്ങയിലയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളിയും ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ഉപയോഗിക്കുന്നത്. തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. പരിപ്പും ചക്കക്കുരും ഗ്യാസിൻ്റെ ആളായതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും ചക്കക്കുരും വെന്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്കക്കുരു അധികം നമ്മൾ അങ്ങനെ ഉടക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് എന്നാലും നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായ മുരിങ്ങയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കീറിയിടണം കേട്ടോ. നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പ് ചേർക്കണം. അതിന് കുറച്ച് തേങ്ങ എടുക്കുക. വേറെ ഒന്നും ഇതിലേക്ക് ഇടുന്നില്ല. തേങ്ങയും വെള്ളവും മാത്രം അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രമേ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ പാല് പിഴിഞ്ഞിട്ടെടുക്കാം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ അരച്ച അരപ്പ് അങ്ങനെ തന്നെ എടുത്തൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വറുത്തിടുന്നൊന്നുമില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണേൻ്റെ ഒരു രുചിയും അതുപോലെ തന്നെ കറിയുടെ ഒരു ടേസ്റ്റും നല്ല രസമുണ്ടാകും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ.